ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ എല്ലാം കയ്യിൽ വാച്ചുണ്ട്. ഈ വാച്ചിൽ നമ്മൾ സമയം അളക്കുന്നത് 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം എന്നിങ്ങനെയുള്ള കാലഗണനാ രീതി വെച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടോന്നറിയില്ല, എവിടെ നിന്നാണ് ഈ 60 എന്ന സംഖ്യ വന്നത്? നമ്മുടെ ഗണന സമ്പ്രദായത്തിൽ, നമ്മുടെ സംഖ്യാ സമ്പ്രദായത്തിൽ 60 ഒരു ബേസിക് യൂണിറ്റ് അല്ല, ഒരു അടിസ്ഥാന സംഖ്യയല്ല. 10, 100, 1000 എന്നിങ്ങനെ പെരുകി പോകുന്നതാണ് നമ്മുടെ സംഖ്യാസമ്പ്രദായം. അതിനിടയിൽ ഈ 60ൻ്റെയും 24ൻ്റെയും ഒക്കെ കാലഗണനാ യുക്തി എവിടെ നിന്നാണ് വന്നത്? പുതുവർഷാരംഭത്തിന് മുമ്പ് അഥവാ ക്രിസ്തുവിന് മുമ്പ് 4000 വർഷങ്ങൾക്ക് മുൻപേ പ്രാചീന സുമേറിയക്കാര് രൂപപ്പെടുത്തിയ സംഖ്യാസമ്പ്രദായത്തിലെ, എണ്ണൽ സമ്പ്രദായത്തിലെ അടിസ്ഥാന സംഖ്യകളിലൊന്നാണ് 60. ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്ന യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയിലുള്ള ഭൂമിയിൽ താരതമ്യേന ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലയിൽ ഏറ്റവും ആദ്യം രൂപപ്പെട്ട നാഗരികതകളിലൊന്നാണ് സുമേറിയൻ നാഗരികത. അത് പുതുവർഷാരംഭത്തിന് 4000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവിടെ ഉണ്ടായിരുന്ന ഗണന സമ്പ്രദായത്തിലെ, സംഖ്യാസമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകളിൽ ഒന്നാണ് 60 എന്നത്. അതുകൊണ്ട് സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റായി എന്ന് പറയുന്ന സമയത്ത് നാം 6500 കൊല്ലം മുമ്പ് പ്രാചീനമായ ഒരു ജനസമൂഹം രൂപപ്പെടുത്തിയ സംഖ്യാബോധത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഏതിലും കളമെഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പറയുന്ന രസമുള്ള ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കളമെഴുത്തിലെ രേഖാ സമ്പ്രദായം പ്രാചീന പേർഷ്യക്കാരുടെ ഭൂഭാഗ ചിത്രണ രീതിയിൽ നിന്ന് വികസിച്ചു വന്നതാണ്. അതുകൊണ്ട് വീട്ടിൽ ധൂളി ചിത്രം വരയ്ക്കുന്ന സമയത്ത്, കളമെഴുതാൻ വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കുന്ന സമയത്ത് അതിൽ വരകൾ വിന്യസിക്കുന്ന രീതി പ്രാചീന പേർഷ്യക്കാരുടെ രചനാരീതിയുടെ ഇങ്ങേ തലപ്പാണ്. നമ്മളിവിടെ ഒരു തദ്ദേശീയ ദൈവത്തെ, കാളിയെ വരയ്ക്കുന്നു, ദാരികനെ വരയ്ക്കുന്നു, അതുപോലെ എന്തെങ്കിലും വരയ്ക്കുന്നു. പക്ഷെ വരയുടെ സമ്പ്രദായം 5000 കൊല്ലം മുമ്പ് പേർഷ്യക്കാരുണ്ടാക്കിയെടുത്ത ഒരു രചനാ സമ്പ്രദായത്തിന്റെ തുടർച്ചയാണ്. എല്ലാറ്റിലും ഈ പങ്കുവയ്പ്പുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എത്രയെങ്കിലും പറയാം, ഞാനത് മുതിരുന്നില്ല. കലയിലാകട്ടെ, ഭാഷയിലാകട്ടെ. ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ മലയാളം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭാഷകളിലെ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്? മലയാള ഭാഷയിലെ കുറേ പദങ്ങൾ, സംസ്കൃതത്തിലെ കുറേ പദങ്ങൾ, ഇംഗ്ലീഷ് ഭാഷയിലെ കുറേ പദങ്ങൾ, പോർച്ചുഗീസിലെയും ഡച്ചിലെയും ലത്തീൻ ഭാഷയിലെയും ഒക്കെ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മലയാളം പറയുന്നത്. ജനലെന്നും വാതിലെന്നും വരാന്തയെന്നും മേശയെന്നും കസേരയെന്നും ഒക്കെ പറയുന്ന സമയത്ത് നാം പോർച്ചുഗീസ് പദങ്ങൾ ഉപയോഗിക്കുന്നു. കാറെന്നും ബസ്സെന്നും പറയുന്ന സമയത്ത്, ലൈറ്റ് എന്ന് പറയുന്ന സമയത്ത്, സ്വിച്ച് എന്ന് പറയുന്ന സമയത്ത് നാം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു. പിതാവെന്നും മാതാവെന്നും സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുമ്പോൾ നാം സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ എത്രയെങ്കിലും ഭാഷയിലെ പദങ്ങൾ കൂട്ടിവിളക്കിയിട്ടാണ് നാം മലയാളം പറയുന്നത്. മലയാളം ഒരു ഭാഷയുടെ പേരല്ല, എത്രയോ ഭാഷകൾ കലർന്നുണ്ടായ ഒരു പങ്കുവയ്പ്പിന്റെ പേരാണ് മലയാളം.